നമ്മളൊക്കെ എന്തിനാ പഠിച്ചത്? നല്ല മാർക്ക് വാങ്ങണം, വലിയ ശമ്പളമുള്ള ജോലി കിട്ടണം, നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കണം, ഇതൊക്കെ ആയിരുന്നില്ലേ ലക്ഷ്യം? പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതും മാതാപിതാക്കൾ ഉപദേശിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG ഇങ്ങനെ ഓരോ ടേണിംഗ് പോയിന്റിലൂടെയും നമ്മൾ കഷ്ടപ്പെട്ട് കരിയർ ബിൽഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. കോർപ്പറേറ്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുകയാണ്: ആന്റി അംബിഷൻ. 90കളിൽ ജനിച്ചവരെ സംബന്ധിച്ച് അവർ ജോലിക്ക് വേണ്ടി ജീവിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ ജെൻസിയെ സംബന്ധിച്ച് ജോലി എന്നത് ജീവിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ്. അമിതമായ സ്ട്രെസ് എടുത്ത് ആരോഗ്യം കളഞ്ഞ് വലിയൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ വാങ്ങുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് സമാധാനമുള്ള ഒരു ലൈഫാണ്. ഇതിനെയാണ് ആന്റി അംബിഷൻ എന്ന് വിളിക്കുന്നത്. കരിയറിലെ വലിയ വളർച്ചയെക്കാളും സാമ്പത്തിക നേട്ടങ്ങളെക്കാളും സ്വന്തം മാനസിക ആരോഗ്യത്തിനാണ് ജെൻസികൾ പ്രാധാന്യം നൽകുന്നത്. അമിതമായ ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും തങ്ങളുടെ സമാധാനം കളയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി മാത്രം തങ്ങളുടെ കഴിവുകൾ മുഴുവൻ ചിലവാക്കാൻ ഇക്കൂട്ടർ തയ്യാറല്ല. ആഗോളതലത്തിൽ നടന്ന ഒരു സർവേ പ്രകാരം 47% യുവാക്കളും ജോലിയിൽ ഉയർന്ന പദവികൾ ആഗ്രഹിക്കുന്നില്ല. ശമ്പളം അല്പം കൂടിയാലും കുഴപ്പമില്ല, മാനസിക സമ്മർദ്ദം കൂടുന്ന പണികൾ വേണ്ട എന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. സർവേയിൽ പങ്കെടുത്ത 52% പേരും കരിയർ ഗ്രോത്തിനേക്കാൾ ഇമോഷണൽ വെൽബീയിങ്ങിനാണ് മുൻഗണന നൽകുന്നത്. ഇതൊരു മടിയല്ല, തിരിച്ചറിവാണ്. കോവിഡ് കാലത്തെ കൂട്ട പിരിച്ചുവിടലുകളും AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെയാണ് ജെൻസികളെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കമ്പനികൾക്ക് തൊഴിലാളികൾ വെറും നമ്പറുകൾ മാത്രമാണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കമ്പനിയോട് ജീവൻ കളഞ്ഞുള്ള ലോയാലിറ്റിയൊന്നും അവർക്കില്ല. ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും കാരണം ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യം നശിക്കുന്നു എന്ന അവസ്ഥ ഇവർ കണ്ടുപഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് മത്സരങ്ങളിൽ നിന്ന് മാറി സ്വന്തമായി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാനാണ് അവർക്കിഷ്ടം. ഇൻഫ്ലുവൻസേഴ്സ് ആയും കണ്ടന്റ് ക്രിയേറ്റേഴ്സായും ഫ്രീലാൻസർമാരായും അവർ മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജെൻസി തലമുറ മടിയന്മാരാണോ? ഒരിക്കലുമല്ല. മണിക്കൂറുകളോളം ഓഫീസിലിരിക്കുന്നതിനേക്കാൾ ഫ്ലെക്സിബിളായ ജോലികളും സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സൈഡ് ബിസിനസ്സുകളൊക്കെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതെ, അധികാരത്തിനും പദവികൾക്കും വേണ്ടി മത്സരിക്കുന്ന ഒരു ലോകത്ത് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് ജെൻസികളുടെ വിജയം.